വേദിയിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന അഭ്യുന്നര എല്ലാ പിതാക്കന്മാരുമേ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജനപ്രതിനിധികളെ, വിശിഷ്ട അതിഥികളെ, ഈ തീർത്ഥയാത്രയിൽ കാൽനടയായി മൈലുകളോളം നടന്ന് ദിവസങ്ങളോളം നടന്ന് ഇവിടെ കടന്നെത്തിയിരിക്കുന്ന ദൈവമക്കളെ, മഹാപരിശുദ്ധനായ ഓമല്ലൂർ ബാവായുടെ 77ാമത് ശ്രാദ്ധപ്പെരുന്നാളിൽ സംബന്ധിക്കുവാൻ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 77 വർഷങ്ങളും ഇതുപോലെ കാൽനടയായി ദൈവമക്കൾ ഈ ശ്രാദ്ധപ്പെരുന്നാളിൽ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാൽനട തീർത്ഥയാത്ര മണിയഡ് സെന്റ് കുര്യാക്കോസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ അതിൽ സംബന്ധിച്ചത് 7 പേരായിരുന്നു. എന്നാൽ ഇന്ന് ഏതാണ്ട് 12ലധികം കിലോമീറ്റർ നീളത്തിൽ ആളുകൾ നടക്കുവാൻ തക്കവണ്ണമുള്ള അതിവലിയ ഒരു തീർത്ഥയാത്രയായി, ഒരുപക്ഷെ ലോകത്ത് മറ്റെങ്ങും കാണുവാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ തീർത്ഥയാത്രയായി, 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ തീർത്ഥയാത്രയായി ഇത് വളർന്നിരിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട മന്ത്രി ഓർമ്മിപ്പിച്ചതുപോലെ ഓരോ വർഷവും ഈ തീർത്ഥയാത്രയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മലയക്കുരിശ് ദേറായിൽ നിന്ന് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ വർഷവും ഓരോ ബസ് വരാറുണ്ട്. ഈ വർഷവും പതിവനുസരിച്ച് ബസ് ബുക്ക് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബസ്സിനേക്കാൾ അധികം ആളെന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ ബസ് ബുക്ക് ചെയ്തു. ഇന്നലെ ഞാൻ തീർച്ചയായും തീർത്ഥയാത്രയിൽ സംബന്ധിക്കുന്ന ആളുകളോട് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം തിരുവല്ലായിൽ വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചു. മിനിങ്ങാവുന്ന കോട്ടയത്ത് വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ പറഞ്ഞു, ഒരു ബസ് കൂടെ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഇതെല്ലാ പള്ളികളുടെയും കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധന്റെ പെരുന്നാളിന് ഇതുപോലെ ആളുകൾ ഓടിക്കൂടുന്നത്? ആ വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജീവിത വിശുദ്ധി കൊണ്ട് തന്റെ ജീവിതത്തെ പരിശുദ്ധ സഭയെ ധന്യമാക്കിയ പിതാവാണ്. അനേക ആളുകൾക്ക് ഈ കബറിങ്കിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുന്നു, രോഗശാന്തി ലഭിക്കുന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ നീങ്ങിക്കിട്ടുന്നു, പലവിധത്തിലുള്ളതായ അനുഗ്രഹത്തെ അനുഭവങ്ങളുണ്ടാകുന്നു. ഈ വർഷത്തെ തീർത്ഥയാത്ര പോരുമ്പോഴും മലയക്കുരിശ് ദേറായിൽ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമുണ്ട്. മലയക്കുരിശ് ദേറായുടെ താഴെ സൺഡേ സ്കൂൾ ഓഫീസിനും കോൺവെന്റിനും മലയക്കുരിശ് ദേറായ്ക്കും ഇടയിലായി പാടത്തിന്റെ കരയിൽ ഒരു കുരിശുപള്ളി കാണാം. ആ കുരിശുപള്ളി മലയക്കുരിശ് ദേറായിക്ക് പണിത് തന്നിട്ടുള്ള ഒരു കുരിശുപള്ളിയാണ്. എരമത്ത് മത്തായി ചേട്ടന് കുരിശുപള്ളി പണിത് ദേറായിക്ക് തരുന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കുരിശുപള്ളി ഇരിക്കുന്നതായ സ്ഥലത്ത് മഹാപരിശുദ്ധനായ മഞ്ഞിനിക്കര കാലം ചെയ്ത പരിശുദ്ധനായ ഓമല്ലൂർ ബാവ പുത്തൻ കുരിശുപള്ളി സന്ദർശിച്ച് 1931 മലയക്കുരിശ് ദേറ സന്ദർശിപ്പാനായി കാൽനടയായിട്ട് നടന്നു വരികയാണ്. ആ പരിശുദ്ധനതിലെ കടന്നു വന്നപ്പോൾ അവിടെ സമീപത്ത് താമസിക്കുന്ന എരമത്തെ മത്തായി ചേട്ടൻ തന്റെ വീടിന്റെ താഴെ തോടിന്റെ കരയിലായി പാടത്തോട് ചേർന്ന സ്ഥലത്ത് 1 സെന്റ് സ്ഥലം നന്നായി വൃത്തിയായി ചെത്തി കിളച്ച് വൃത്തിയാക്കി അതിലെ പുല്ലെല്ലാം കളഞ്ഞ് അതിൽ പടുത വിരിച്ച് അതിലൊരു കസേരയിട്ട് ആ കസേരയിൽ വെള്ളം വിരിച്ച് സൂക്ഷിച്ചു. ബാവാതിരുമേനി നടന്നു വരുന്ന വഴിയാ. ചെറിയ ഈ ക്രമീകരണം കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന പിതാക്കന്മാരോട് ബാവ ചോദിച്ചു, ഇത് നമുക്ക് വേണ്ടി ക്രമീകരിച്ചതാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ കൂടെയുണ്ടായിരുന്ന അന്ന് പരിശുദ്ധ പാത്രീസ് ബാവായുടെ കൂടെ ആയിരുന്ന ഔഗേൻ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത ബാവായോട് ഇങ്ങനെ പറഞ്ഞു, ഈ വീട്ടിലെ മത്തായി എന്ന് പറയുന്ന ആൾക്ക് അത് അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഈ വീട്ടിലെ മത്തായി എന്ന് പറയുന്ന ആൾക്ക് ബാവായുടെ ഒരു സങ്കടം ബോധിപ്പിക്കുവാനുണ്ട്. ഔഗേൻ തീമോത്തിയോസിന്റെ അമ്മ വീടാണ് അവിടെയുള്ളത്, സ്വന്തത്തിൽപ്പെട്ട കുടുംബമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വലിയ സങ്കടം തീർക്കുവാൻ ഔഗേൻ തീമോത്തിയോസ് മെത്രാച്ചന് സാധിച്ചില്ല. അന്ത്യോഖ്യയുടെ പാത്രിക്കീസ് ബാവായോട് ആ സങ്കടം പറയുവാനായി അദ്ദേഹം തയ്യാറായി. പരിശുദ്ധ പാത്രിക്കീസ് ബാവ എഴുന്നള്ളി വന്ന കസേരയിൽ ഇരുന്നിട്ട് മത്തായിയോട് ചോദിച്ചെന്ത് വേണം. ഔഗേൻ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത തർജ്ജമ ചെയ്തു കൊടുത്തു. മത്തായി കണ്ണുനീരോടെ മുട്ടിന്മേൽ വന്ന് പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ മുൻപിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു. ഉടനെ ബാവ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു,
അബ്രാഹാമിന് വാർദ്ധക്യത്തിൽ മക്കളെ നൽകിയ ദൈവം നിനക്കും വാർദ്ധക്യത്തിൽ മക്കളെ നൽകും. ആ വാക്കുകൾ അച്ചട്ടായിട്ട് ഫലിച്ചു. പിറ്റേ വർഷം അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. മത്തായി ചേട്ടൻ അന്ന് കാണുന്നതിനേക്കാൾ വാർദ്ധക്യമെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. ആ മകൻ ഏലിയാസ് എന്ന് പേർ വിളിച്ചു. ഏലിയാസ് തുടർന്ന് പുരോഹിതനായി. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ ഡാർലസ് പള്ളിയുടെ വികാരിയാണ്. പരിശുദ്ധ പാത്രീസ് ബാവായുടെ അനുഗ്രഹം ലഭിച്ച ഒരു കുടുംബമാണത്. അന്ന് ബാവായി ഇരുന്നതായ സ്ഥലത്ത് അവരൊരു കുരിശുപള്ളി പണി തീർത്ത് അത് മലയക്കുരിശ് ദേറായിക്ക് സംഭാവനയായി തന്നു. കാരണം മലയക്കുരിശ് ദേറ അന്ത്യോഖ്യ സിംഹാസനത്തിന്റെ വകയാണ്. അതുകൊണ്ട് ദേറായിലേക്ക് ആ സ്ഥലം എഴുതിക്കൊടുത്തു. ബാവായി ഇരുന്ന ആ കുടുംബത്തെ അനുഗ്രഹിച്ച സ്ഥലത്ത് ആ കുടുംബത്തിൽ തുടർന്ന് തോമസും യാക്കോബും എല്ലാം ബാവായുടെ അനുഗ്രഹത്തിന്റെ ഫലമായുണ്ടായ മക്കളാണ്. ഇന്ന് അനുഗ്രഹമുള്ളൊരു തലമുറയായി ഒരു കുടുംബമായി ആ ദേശത്ത് എരമത്ത് കുടുംബം സ്ഥിതി ചെയ്യുന്നു. ഞാനിത് ഓർമ്മിപ്പിച്ചത്, സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലെ കടന്നു ചെന്ന ഓരോ പ്രദേശങ്ങളിലും ഓരോ വിധത്തിലുള്ളതായ അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടുണ്ട്. ബാവാതിരുമേന് വടക്കൻ പ്രദേശത്തുള്ളതായ സന്ദർശനം അവസാനിപ്പിച്ച് കോട്ടയത്ത് വന്ന് പുഴയുടെ കരയിൽ നിൽക്കുമ്പോൾ ഏറ്റവും സുപ്രസിദ്ധ പ്രാസംഗികനായ KT സക്കറിയ കോർപ്പിസ്കോപ്പാച്ചൻ നമ്മിൽ നിന്ന് കടന്നുപോയി. അദ്ദേഹം ഷമ്മാശനായിട്ട് ബാവായോട് കൂടെയുണ്ട്. അഭിനന്ദ മീഖായേൽ തിരുമേനിയുടെ ഷമ്മാശനായിരുന്നു. ആ സമയത്ത് ബാവാ തിരുമേനി കോട്ടയത്ത് നാഗമ്പടത്ത് പാലം തീർന്നിട്ടില്ല. കാലത്ത് 1931 അവസാന സമയങ്ങളിൽ ആ പാലത്തിന്റെ ആ പുഴയുടെ കരയിൽ വന്നു നിന്നപ്പോൾ വളരെ പെട്ടെന്ന് ആകാശം കറുത്തിരണ്ടു. എത്രയും ബഹുമാനപ്പെട്ട KT സക്കറിയ അച്ഛൻ ആരക്കുന്നമ്പള്ളിയുടെ മദ്ബഹായിൽ നിന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആകാശം കറുത്തുരണ്ടു, മഴത്തുള്ളികൾ ഒന്നായി താഴെ വരുവാൻ തുടങ്ങി. ബാവ സന്തോഷത്തോടുകൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നല്ല മഴ വരുന്നു. മഴയില്ലാത്ത ഒരു നാട്ടിൽ നിന്ന് വന്ന പരിശുദ്ധ പിതാവിന് വേനൽക്കാലത്തിന്റെ ചൂട് സഹിക്കാൻ പാടില്ലാത്ത കാലത്ത് ഒരു മഴ പെയ്യുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായിട്ട് ബാവ പറഞ്ഞു, ഇതാ മഴ വരുന്നു. ഉടനെ കൂടെയുണ്ടായിരുന്ന മെത്രാച്ചന്മാരും അച്ഛന്മാരും പുഴയുടെ അക്കരെ ചൂണ്ടിക്കാണിച്ചു. മണർകാട് പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ പാണമ്പള്ളി പള്ളിയിൽ നിന്നും തിരുവാർപ്പ് പള്ളിയിൽ നിന്നും തുടങ്ങിയുള്ളതായ പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും ആളുകൾ മുത്തുകൊടകളും കുരിശും എല്ലാമായിട്ട് ബാവായെ സ്വീകരിപ്പാൻ വന്ന് നിൽക്കുകയാണ്. അവര് പറഞ്ഞു, ഇല്ല മോറാനെ, ഇപ്പോ മഴ പെയ്യരുത്. ആ ജനം ബാവായെ സ്വീകരിപ്പാൻ പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്നു. ഇപ്പോഴൊരു മഴ പെയ്താൽ അവർ ദുഃഖിതരാകുമെന്ന് പറഞ്ഞു. ഉടനെ ബാവ ചെയ്തത് കൂടെയുള്ള ജനം മുഴുവൻ കണ്ടുനിന്നു. എത്രയും ബഹുമാനപ്പെട്ട KT സക്കറിയ അച്ഛൻ അന്ന് ഷമ്മാശനായിട്ട് കൂടെ നിന്ന് കണ്ടതാണ്. ആ സാക്ഷ്യമാണ് അദ്ദേഹം പറഞ്ഞത്. ബാവ തന്റെ സ്ലീബ ഉയർത്തി ആകാശത്തെ കാണിച്ചിട്ട് സുറിയാനിയിൽ 2 വാക്കുകൾ പറഞ്ഞു. ലോ മെത്രോ, മഴയരുത് എന്ന് പറഞ്ഞു. താഴേക്ക് വന്നതായ മഴത്തുള്ളികൾ അവിടെ നിന്നുപോയി. ആകാശത്ത് നിന്ന് പിന്നെ ഒരു തുള്ളി മഴ പോലും താഴേക്ക് വന്നില്ല. മഴയരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നുപോയി. കാരണം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ പ്രാപിച്ചവനാണ് അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസായ മോറാൻമോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് റിയൻ ബാവ. പ്രകൃതിയെയും പ്രകൃതി ശക്തികളുടെ മേലും അവന് സ്വർഗത്തിൽ നിന്ന് അധികാരം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ആ അധികാരമുള്ളത് കൊണ്ടാണ് ഇന്നും ജനം എപ്പോഴും പരിശുദ്ധ മോറാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കബറിങ്കിലേക്ക് ഓരോ വർഷവും ഒന്നിനൊന്ന് കൂടുതലായിട്ട് നടന്നു വരുന്നത്, ഒന്നിനൊന്ന് കൂടുതലായി പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേരുന്നത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽക്കാരനായ അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസ് പ്രകൃതിയുടെ മേലും പ്രകൃതി ശക്തികളുടെ മേലും ഏതു തരത്തിലുള്ളതായ വേദന അനുഭവിക്കുന്ന ആളുകൾക്കും അനുഗ്രഹങ്ങളെ കൊടുക്കുവാൻ പ്രാപ്തനാണെന്ന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അന്ത്യോഖ്യ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ രക്തം തിളയ്ക്കുന്നതും നമ്മൾ ആ ബന്ധത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതും. അവിടെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോലുണ്ട്. പക്ഷെ ഇക്കാലത്ത് പലപ്പോഴും അന്ത്യോഖ്യ പാത്രിയർക്കീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് പലതരത്തിലുള്ള ചിന്ത വരുന്നുണ്ട്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെ ഒന്നും നേടുവാനായിരുന്നില്ല. തന്റെ വാർദ്ധക്യത്തെ മറന്ന്, തന്റെ അനാരോഗ്യത്തെ മറന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ എഴുന്നള്ളി വന്നത് ഈ സഭയിൽ സമാധാനമുണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം